ഹായ് ഹലോ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ സീസണിലെ പ്രകടനം വളരെ നിരാശാജനകമാണ്. എന്തെന്നാൽ കഴിഞ്ഞ മത്സരത്തിലും ബ്ലാസ്റ്റേഴ്സ് തോൽവി രുചിക്കുകയായിരുന്നു. എതിരില്ലാത്ത ഒരു ഗോളിനാണ് FC ഗോവ കേരള ബ്ലാസ്റ്റേഴ്സിനെ പരാജയപ്പെടുത്തിയത്. ചെന്നൈക്കെതിരെയുള്ള മത്സരത്തിൽ എതിരില്ലാത്ത 3 ഗോളുകളുടെ വിജയം ബ്ലാസ്റ്റേഴ്സ് നേടിയപ്പോൾ ആരാധകർ ഒന്നടങ്കം സന്തോഷിച്ചിരുന്നു. എന്നാൽ ആ സന്തോഷത്തിൻ്റെ ആയുസ് വളരെ ചെറുതായിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സ് അവസാനമായി കളിച്ച 5 മത്സരങ്ങളിൽ 4ലും പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. അതിൽ 3 മത്സരങ്ങളും കൊച്ചിയിലെ സ്വന്തം ആരാധകർക്ക് മുന്നിൽ വെച്ചുകൊണ്ടാണ് പരാജയപ്പെട്ടിട്ടുള്ളത്. ആരാധകരുടെ അകമഴിഞ്ഞ പിന്തുണ ഉണ്ടായിട്ട് പോലും കേരള ബ്ലാസ്റ്റേഴ്സിന് ഇപ്പോൾ വിജയിക്കാൻ സാധിക്കുന്നില്ല. അത്രയും പരിതാപകരമായ ഒരു അവസ്ഥയിലേക്ക് ബ്ലാസ്റ്റേഴ്സ് എത്തിയിട്ടുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുൻ പരിശീലകനായ ഇവാൻ വുക്കുമനോവിച്ചും നിലവിലെ പരിശീലകനായ മിക്കേൽ സ്റ്റാറയും തമ്മിലുള്ള അന്തരം അത് വളരെ വലുതാണ്. പറയാൻ കാരണം കൊച്ചിയിലെ റിസൾട്ടുകൾ തന്നെയാണ്. കഴിഞ്ഞ സീസണിലെ കൊച്ചിയിലെ റിസൾട്ടുകളും ഈ സീസണിലെ കൊച്ചിയിലെ റിസൾട്ടുകളും തമ്മിൽ നമുക്കൊരു താരതമ്യം നടത്തി നോക്കാം. ആദ്യത്തെ 6 മത്സരങ്ങളുടെ കണക്കുകളാണ് നമ്മൾ പരിഗണിക്കുന്നത്. കഴിഞ്ഞ സീസണിൽ ഇവാനാശാന കീഴിൽ കൊച്ചിയിലെ ആദ്യത്തെ 6 മത്സരങ്ങൾ കളിച്ചപ്പോൾ 4 മത്സരങ്ങളിലും വിജയം നേടാൻ ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞിരുന്നു. 2 സമനിലകൾ വഴങ്ങുകയായിരുന്നു. അതിനർത്ഥം സ്വന്തം ആരാധകർക്ക് മുന്നിൽ ഒരു തോൽവി പോലും ബ്ലാസ്റ്റേഴ്സിന് കൊച്ചിയിൽ ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നില്ല എന്നതാണ്. എന്നാൽ ഇത്തവണ സ്റ്റാറയ്ക്ക് കീഴിൽ അങ്ങനെയല്ല കാര്യങ്ങൾ. കൊച്ചിയിൽ 6 മത്സരങ്ങൾ കളിച്ചപ്പോൾ കേവലം 2 മത്സരങ്ങളിൽ മാത്രമാണ് വിജയം നേടാൻ ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞിട്ടുള്ളത്. 4 മത്സരങ്ങളിലും ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുകയായിരുന്നു. അതായത് 4 തവണയാണ് ആരാധകർക്ക് കൊച്ചി സ്റ്റേഡിയത്തിൽ നിന്നും വളരെയധികം നിരാശയോടുകൂടി മടങ്ങേണ്ടി വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അറ്റൻഡൻസിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ വലിയ ഇടിവ് സംഭവിച്ചിട്ടുള്ളതും. ഇത്രയധികം ആരാധക പിന്തുണ ഉണ്ടായിട്ട് പോലും സ്വന്തം മൈതാനത്ത് വിജയിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് അധിക ദൂരം മുന്നോട്ട് പോവുക എന്നാണ് ഇപ്പോൾ ആരാധകർ ചോദിക്കുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കൂടുതൽ വീഡിയോസുമായി വീണ്ടും കാണാം.